സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം നമുക്ക് 2 വർഷം മുമ്പ്, അതായത് 2023 ഭരത് പീഡ്ജെ ആന്റണി അവാർഡ് കൊടുക്കുന്ന സമയത്തുണ്ടായ വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 2 വർഷം നമ്മൾ പറയാതിരുന്നതാണ്. സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് 2025 ഡിസംബർ 25 ക്രിസ്തുമസ് ദിവസമാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. വരാൻ പോകുന്ന ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ നമ്മൾ മണികണ്ഠൻ കിഴക്കൂട്ട് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ശില്പിയുടെ വീട്ടിലാണ്. അദ്ദേഹമാണ് ഈ മോഡൽ എന്ന് പറയുന്നത് 2014 മുതൽ KPSC ലളിതയ്ക്കും പിന്നെ നമ്മുടെ അർജുന മാഷിക്കും വിജയരാഘവനും അതുപോലെ തന്നെ നിലമ്പൂർ ചേച്ചിക്കും അതുപോലെ നമ്മുടെ നച്ചാട് വാസന്തിക്ക്, വിജയകുമാരി നടി, ബാബു അന്നൂര്, CB ദേവ്, അങ്ങനെ പിന്നെ ബാബു, പിന്നെ തൃശ്ശൂർ LCH, അങ്ങനെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരം ഒരു ശില്പം അദ്ദേഹം നമുക്ക് സ്പോൺസർ ചെയ്യുന്നുണ്ട്. പാർട്ട് ONO ഫിലിംസ് ആൻഡ് ബിന്നിമട്ടി. ഇപ്പൊ ബിന്നിമട്ടി ഫൗണ്ടേഷൻ ആണെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ബിന്നിമട്ടി നമുക്ക് നഷ്ടപ്പെടുന്നവരെ ബിന്നിമട്ടി ക്രിയേഷൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ 10-15 വർഷമായിട്ട് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 10ാമത് അവാർഡ് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം കൊടുത്തത് തൃശ്ശൂർ LCHക്കാണ്. അപ്പൊ ഇതേപോലെ ഒരു ശില്പമാണ് മണിയെന്ന് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത്. ഇത്തവണ നമ്മൾ TG രവി എന്ന് പറയുന്ന പ്രശസ്തനായ നടനാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് TG രവിയായിട്ടുള്ളതിന്റെ ഒരു മോഡൽ. അടിയിൽ കുറെ ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പോൾ ഇത് മണികണ്ഠൻ ശില്പി നമുക്ക് വേണ്ടി PJ ആന്റണിയോടുള്ള സമർപ്പണമായിട്ട് സമർപ്പിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ചെറുത് ഇത് കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ കൊടുത്തു തുടങ്ങി. കഴിഞ്ഞ വർഷം ബിന്നിമട്ടി മരിച്ച കാരണം നമ്മൾ അതിൻ്റെ ഒരു അനുശോചനമായിട്ട് നമ്മൾ എന്ത് ചെയ്തില്ല, ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നില്ല. 2023 മുതൽ നമ്മൾ കൊടുക്കുന്നതാണ് ഈ മോഡല്. ഇത് മികച്ച നാടകരചനയ്ക്ക് ഇതെവിടെ ഇരിക്കുന്നുണ്ട്, 5 എണ്ണം ഉണ്ട്. മികച്ച ഡോക്യുമെന്ററി സംവിധായകൻ, മികച്ച ഷോർട്ട് ഫിലിം 10 മിനിറ്റ് സംവിധായകൻ, 30 മിനിറ്റ് സംവിധായകൻ, കുട്ടികളുടെ ഫിലിം സംവിധായകൻ. അത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നതാണ്. അവരുടെ പ്രശസ്തി പത്രവും പുസ്തകങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിലാണ്. ഇത് നമുക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്താണ്. ഒരു പന്തവും ഒരു പേനയും ചേർന്നുകൊണ്ടുള്ള, ഇതിനിടയിൽ ഡീറ്റെയിൽസ് വരും. അപ്പൊ ഇത് നമുക്ക് വേണ്ടി മാത്രം മണികണ്ഠൻ ഡിസൈൻ ചെയ്ത് തരുന്നതാണ്. ഇതാണ് സന്തോഷകരമായ ഒരു വാർത്ത. നമ്മുടെ ഒപ്പം ഒരുപാട് പേരുണ്ട്. ഈ തവണ ഒലിവിയ ഗ്രൂപ്പ് ഉണ്ട്, സൂര്യകിരൺ ഫിലിംസ് ഉണ്ട്. എൻ്റെ പഴയ നടന്മാരാണ്. അഗ്രി യൂണിവേഴ്സിറ്റി നടനായിട്ടുള്ള ജയ്കിഷന്റെ കെയർ ഓഫിലുള്ളതാണ് സൂര്യകിരൺ ഫിലിംസ് ദുബായ്. ഒലിവിയ കൃഷ്ണകുമാർ അതിന്റെ CDM ആണ്. അപ്പം അത് ഒലിവിയയുടെ കൃഷ്ണകുമാർ KT ആണ്. അപ്പൊ അവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ബിന്നിമട്ടി ഫൗണ്ടേഷൻ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ നമ്മുടെ ഒരുപാട് ആത്മസുഹൃത്തുക്കളുണ്ട്. ഫെസ്റ്റിവൽ ബുക്ക് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഡിസംബർ 26 രാവിലെ മുതൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫിലിം ഫെസ്റ്റിവലാണ്. 10-40ഓളം ഫിലിംസ് കളിക്കുന്നു. നാളത്തെ സിനിമയുടെ ഉദ്ഘാടനം, ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം മണിലാലാണ്. ഓക്കെ, അതിന് ജോയ് പ്ലാശ്ശേരി എന്ന് പറയുന്ന ബിന്നിമട്ടി ഫൗണ്ടേഷന്റെ പ്രസിഡന്റാണ് അതിന്റെ അധ്യക്ഷത. പിന്നെ അങ്ങനെ നമ്മൾ കുറെ ഫിലിംസ് ഉണ്ട്. മാളവിക അനിൽകുമാറിന് അതിനെ കുറിച്ചുള്ള ബിന്നിമട്ടി നിർമ്മിച്ച് ഞാൻ ചാക്കോടി എന്തിക്കാട് സംവിധാനം ചെയ്തിട്ടുള്ള മാളവികം കളിക്കുന്നുണ്ട്. കൂച്ചുവിലങ്ങ് ബിന്നിമട്ടിയുടെ നിർമ്മാണമാണ്. അത് അദ്ദേഹം ആനകളെ പീഡിപ്പിക്കുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് 2 ലെറ്റേഴ്സ് എന്ന് പറയുന്ന എൻ്റെ ഒരു ചെറിയ വർക്ക് ഉണ്ട്. റീബ പോളും സിൻഡ ഷെവിനും വെച്ച് ചെയ്തിട്ട് സൈലന്റ് വർക്കാണ് 4 മിനിറ്റ്. പിന്നീട് മണിലാലിന്റെ ഡയറക്ട് ചെയ്ത സിനിമകളാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന TK വാസുവിനെ കുറിച്ചുള്ള സിനിമയുണ്ട്. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ജോസ് പായ്മലിനെ കുറിച്ചുള്ളുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ശേഷം 6:45 സമയത്ത് ഇടുന്നത് ഈ ഫിലിമാണ്. പിന്നെ അടുത്ത പല്ലോടുകൂടി ജീവിതം ആരംഭിക്കും. അപ്പൊ അങ്ങനെയുള്ള ഡോക്യുമെന്ററികളൊക്കെയാണ് നാളത്തെ ഉദ്ഘാടന ചിത്രമായിട്ടും. ഒരു 10-15 ഫിലിംസ് രാവിലെ മുതൽ ഇടുന്നു. പിറ്റേ ദിവസം ഫുള്ളായിട്ടൊരു 17-16 ഫിലിമുകൾ കോമ്പറ്റീഷൻ ഫിലിം ഇടുന്നു. പിന്നെ 28-ാം തീയതി രാവിലെ മനോധർമ്മ അഭിനയ മത്സരം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഭരത് PG അവാർഡിനായിട്ടുള്ളതാണ്. അത് നമ്മളൊരു ആശയം കൊടുത്ത് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് സമയം കൊടുത്തുകൊണ്ട് അവർ ഇംപ്രവൈസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് റൗണ്ട്. ജൂനിയർ ആൻഡ് സീനിയർ, മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ PG ആന്റണിയുടെ ഡയലോഗ്സ്, 2 ഡയലോഗ് പെട്ടെന്ന് മനനം ചെയ്തുകൊണ്ട് ബൈഹാർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന രീതിയാണ്. പിന്നെ ഒരു ഗ്രൂപ്പ് വർക്കാണ്. അങ്ങനെയാണ് PGയുടെ പേരിലുള്ള മനോധർമ്മ അഭിനയ മത്സരം. അതും ഒരു 10-12 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഇത്രയും സന്തോഷകരമായ കാര്യത്തിൽ എല്ലാവരും ക്ഷണിക്കുന്നു. ഓക്കെ, ഇനി പറയാനുള്ളത് 2023 ഇങ്ങനെ ഒരു ശില്പം 5 എണ്ണം സാഹിത്യ അക്കാദമിയുടെ ആ സൈഡിലുള്ള റൂമിൽ
ആ സൈഡിലുള്ള റൂമിൽ നമ്മൾ വെക്കുന്നു, മെയിൻ ശില്പവും വെക്കുന്നു. ഫിലിം ഫെസ്റ്റിവലിന്റെ കോമ്പറ്റീഷൻ ഫിലിംസ് 12 ലാസ്റ്റ് ഡേ സ്ക്രീൻ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ഡയറക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ഒരു ശില്പം കാണാതാവും. 4 അവിടെ ഇരിക്കുന്നു. വലിയ ശില്പം തൃശ്ശൂർ ശേഷിക്കുള്ളത് അവിടെ ഇരിക്കുന്നുണ്ട്, മിസ്സിംഗ് ആണ്. ഒരു സെക്കൻഡിനകത്ത് നമ്മുടെ ഈ ഒരു ശില്പം ആരോ അടിച്ചു. ഭരത് പേജ് ആന്റണിയുടെ പേരിലുള്ള നിർമ്മാല്യത്തിലെ വെളിച്ചപ്പാട് ദേശീയ അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആ റോള്, അദ്ദേഹത്തിന്റെ പേരിലൊരു ഒരു 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 മെമന്റോ നമ്മൾ കൊടുക്കുമ്പോൾ ആ പരിപാടി എങ്ങനെ കുളമാക്കാന്നുള്ള രീതിയിൽ ആരോ അവിടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ധൈര്യം എങ്ങനെ വന്നു? ഇത്തരം ഒരു നാടകരചനയ്ക്കോ ഷോർട്ട് ഫിലിമിനോ മറ്റോ എഴുതി വെച്ചിട്ടുള്ളൊരു ശില്പമാണ്. ആ ശില്പം കാണാതാവുമ്പോൾ ഉടനെ മണികണ്ഠനെ വിളിക്കുന്നു. മണികണ്ഠൻ അതിൻ്റെ ഒരു ബദൽ ശില്പം കൊണ്ടുവന്നു. സെപ്പറേറ്റഡ് ശില്പമായിരിക്കും, 5ൽ 1 വ്യത്യസ്തമായിരിക്കും. അത് നമ്മൾ അന്ന് നാടകരചനയ്ക്ക് കൊടുത്തതാണ്. ഈ ശില്പം നമുക്ക് മാത്രമുള്ള ഡിസൈനാണ്, വേറെ എവിടെയും കടയിൽ കിട്ടില്ല. അപ്പൊ സ്വാഭാവികം ഇത് കൊണ്ടുപോയ ആള് ആ സമയത്തുള്ള കൗതുകം കൊണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അത് ഇരിക്കും തോറും പീജാനണി എന്നുള്ള ആ ഓരോരോ ആ നിർമ്മാല്യത്തില് വെളിച്ചപ്പാട് ഇങ്ങനെ വന്ന് ശല്യം ചെയ്യും. ഭരത് പീജാനിയുടെ ശില്പം ഞാൻ മോഷ്ടിച്ചവനാണല്ലോ എന്ന് പറഞ്ഞ് ഈ കൈ ഇങ്ങനെ നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ അതിങ്ങനെ തെളിഞ്ഞു വരും. അതുകൊണ്ട് അദ്ദേഹം അതില് സന്തോഷം കണ്ടെത്തി ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. ഒരു പക്ഷെ അന്ന് വന്നിട്ട് ബാക്കിൽ നിന്ന് നോക്കിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്തിട്ടുണ്ടായിരിക്കും സംഘാടകരുന്നത്. നമ്മളപ്പോൾ തന്നെ വേറൊരു ശില്പം പറഞ്ഞ് മണികണ്ഠൻ കൊണ്ടുവന്ന് അത് കൊടുത്തു. തീർച്ചയായിട്ടും നമ്മൾ അത്തരം പ്രവണതകൾ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ നുള്ളിക്കളയുക. നമ്മുടെ അടുത്ത് അത് ആവശ്യമില്ല. കാരണം പീജാനിയുടെ റെസ്പെക്ട് ചെയ്യുന്നവർ ആയിരിക്കാം, പക്ഷെ സംഘാടകരോടുള്ള എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് തൽക്കാലം മറക്കുക. കാരണം 16ാമത് വർഷമായിട്ട് നമ്മൾ ഭരത് പീജാന് ഓർത്തുകൊണ്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇതാണ് ആ ശില്പം. ഈ ശില്പം എവിടെയെങ്കിലും വീടുകളിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ അവരെ പ്രത്യേകം ആദരിക്കുന്നതായിരിക്കും. കാരണം ആ പീജാനിയുടെ ശില്പം കിട്ടാനുള്ള ആ ഒരു ഇതുണ്ട്, അത് കൊണ്ട് വെക്കാനുള്ള അത്രയും തൃഷ്ണയുള്ള ആൾക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു ശില്പം ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് പറയാം. മണികണ്ഠൻ 2 വാക്ക് പറയുന്നു. മണികണ്ഠൻ അറിയാൻ പെയിൻ. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. ഈ 16ാമത്തെ PJ പുരസ്കാരം അതിൽ 10 വർഷവും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് 11ാമത്തെ വർഷം. ഇത് 11ാമത്തെ വർഷമാണ്. 10 വർഷം കഴിഞ്ഞു, 11ാമത്തെ വർഷമാണ്. ഇനിയും ഈ PJ പുരസ്കാരം ഒരുപാട് വർഷങ്ങളിൽ ഇങ്ങനെ അനന്തമായി പോയിക്കൊണ്ടിരിക്കണം എന്ന് ആശംസിക്കുന്നു. ഈ ശില്പം പോയതിനെ കുറിച്ച് എന്താണെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് തോന്നിയത്, അന്ന് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച 2023 ഡിസംബർ 30-ാം തീയതി. അതെ, ഇത് അന്ന് പിന്നെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ പറഞ്ഞാൽ പെട്ടെന്ന് ആവശ്യം നമുക്ക് എടുക്കാൻ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിനോട് സിമിലാരിറ്റി ഉള്ള മറ്റൊരു ശില്പമാണ് ഞാൻ മാഷ്ക്ക് കൊണ്ടുവന്ന് തന്നത്. അതാണ് നാടകരചനയ്ക്ക് കൊടുക്കുന്നത് സ്റ്റിക്കർ. പക്ഷെ അതിന്റെ ശില്പത്തോട് വ്യക്തമുണ്ടായിരിക്കും. അത് നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞ വേറെ മണികണ്ഠനെ കൊണ്ട് നമ്മൾ കൊടുക്കുമായിരുന്നു. പക്ഷെ പരിപാടി തുടങ്ങേണ്ട 1 മണിക്കൂർ മുമ്പ് മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കും. ഒരു ദിവസം മുന്നേക്കാണ് നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റിയില്ല. എന്തായാലും ആ മഹാനായ വ്യക്തി തൃശ്ശൂർ ജില്ലയിൽ എവിടെയോ ഉണ്ട്. കാരണം വളരെ വിദൂരത്തിൽ നിന്ന് ആരും വന്നിട്ടില്ല. അക്കാഡമിയുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരിക്കാം. നമുക്ക് അക്കാഡമിയുടെ അകത്തു നിന്നുള്ള പല കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട്സുകൾ ഇങ്ങനെ വരുന്ന സ്ഥലം പലതും കാണാണ്ടാവുന്നതൊക്കെയുള്ള നിവൃത്തിയില്ല. നമ്മുടെ ഒരു രീതി അതാണ്. അപ്പോൾ നമുക്ക് ഈ തവണയും നമ്മൾ ഈ ശില്പങ്ങൾ വളരെ ഭദ്രമായിട്ടാണ് നമ്മൾ സ്റ്റേജിൽ ഇൻചാർജിൽ കൊണ്ടുവരിക. കാരണം ഇനി അത് 2ാം റൗണ്ടും ഇത് മിസ്സിങ് വരിക എന്ന് നമുക്ക് സഹിക്കാൻ പറ്റൂല. പിന്നെ അത് അതെ ഇതിപ്പോ ഈ ഒരു ശില്പം പീജാനിയുടെ പേരിലുള്ള ഇത് ഇങ്ങനെ കൊണ്ടുപോകും. അത് ചെറുതായതുകൊണ്ടാണ് ആരെ കൊണ്ടുപോകും, ആളുടെ ബാഗിലേക്ക് ചെറുതായതുകൊണ്ടാണ് കയറിയത്. ഇത് കൊണ്ടുപോകാവുന്ന വണ്ടി നിർത്തി കയറ്റിക്കൊണ്ടേ പെട്ടു. 5 1 6 കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ ആ ചെറിയ വരാന്തയിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ ഗ്യാപ്പിലാണ് സംഭവിക്കുന്നത്. അത് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, പീജാനണിക്ക് വേണ്ടി മനസ്സുകൊണ്ട് സമർപ്പിച്ച ആളുകൾ ആരും ഇത് ചെയ്യാതിരിക്കും. പരിപാടിക്ക് എല്ലാവരും വരിക. ഗംഭീരമായിട്ട് ക്ഷണമാണ്. നമുക്ക് 26, 27, 28 ഞായറാഴ്ചയാണ് PJ രവിയേട്ടനുള്ള അവാർഡ് കൊടുക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ നിർത്തുന്നു. ഞാൻ ചാക്കോടി അന്തിക്കാട്, പാട്ടോണം ഫിലിംസിന്റെ ജനറൽ കൺവീനറാണ്. വീണ്ടും പറയുന്നു, നമ്മുടെ കൂടെ ഒലീവിയയുടെ കൃഷ്ണകുമാർ KT അതിന്റെ CMD ആണ്. ബിനിമടി ഫൗണ്ടേഷൻ ഉണ്ട്. സൂര്യകിരൺ ഫിലിംസിന്റെ നടന്മാരാണ്. ഞാൻ 2 ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തതാണ്, ജയകൃഷ്ണൻ മകളെ വെച്ചിട്ട്. അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇനിയും നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഫെസ്റ്റിവൽ ബുക്ക് റെഡിയാണ്. ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നാളെയുണ്ട്. മണിലാലാണ് ചെയ്യുന്നത്. All are welcome to present and be enlightened at the 16th Bharat PJ Antony
National Film Fest and Award Samarpana, award presentation ceremony. 3 days, December 16th, December 26th, 27th and 28th at Kerala Sahitya Academy MT Auditorium from 9 a.m. to 8 p.m. Film screening will be continuing. All are welcome again to be present and be the part of NO Films and Binni Immati Foundation program. Thank you.